നമ്മുടെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ ഉല്ലാസവും, ഉന്മേഷവും, ആനന്ദവും ഒക്കെ നൽകുന്നതാണല്ലേ നമ്മുടെ കൃഷിയിടങ്ങൾ, നമ്മുടെ ഗാർഡനും, ചെടിത്തോട്ടമൊക്കെ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മാനസിക സ്ട്രെസ്സൊക്കെ ഒരുപാട് മാറിക്കിട്ടി. നമുക്ക് ഒരു സന്തോഷം നൽകുകയും ചെയ്യും. നമുക്കിതിൻ്റെ ഇടയിലൂടെയൊക്കെ നടന്ന് വർത്താനം പറഞ്ഞും അതൊക്കെ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പം തന്നെ നമുക്ക് മനസ്സിന് വലിയൊരു മാനസിക ഉല്ലാസം ലഭ്യമാവും അല്ലേ. അങ്ങനെ എൻ്റെ തക്കാളിയും എന്താ പറയുക വെള്ളരിയും കക്കരിയും മത്തനും അതേപോലെ കുമ്പളവും നെറ്റിവഴുതനയും ചതുരപ്പയറും വാളരിപ്പയറും സാധാരണ വലിയ പയറും നെറ്റിവഴുതനയും എല്ലാം കായ്ച്ചു കേട്ടോ. അപ്പം ഞാൻ നട്ടത് മുഴുവൻ കായ്ച്ചു. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറിയും ഇന്ന് എൻ്റെ വീട്ടുമുറ്റത്ത് നിന്ന് കിട്ടിത്തുടങ്ങി. ഇനി ക്യാഷ് കൊടുത്ത് വാങ്ങുക എന്ന് പറയുന്നത് ആകെ സവോളയും വെളുത്തുള്ളിയും അതേപോലെ ചുമന്നുള്ളിയൊക്കെയാണ് കേട്ടോ. അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഈ പറയുന്ന കൃഷി ചെയ്യുമ്പോൾ ഞാൻ അനാവശ്യമായ ഒരു വളങ്ങളും ഞാൻ ഇട്ട് കൊടുക്കാറില്ല എന്നാണ്. സാധാരണ നമ്മൾ മിറ്റമടിച്ച് വാരുന്ന ചപ്പുചവറുകളും അതുപോലെ നമ്മുടെ അടുക്കളയിലെ വേസ്റ്റും കാര്യങ്ങളും, അതായത് ഉപ്പ് ഒഴിവാക്കിക്കൊണ്ടുള്ള എല്ലാ വേസ്റ്റും, അത് പച്ചക്കറി അരിയുന്നതായിട്ട് എല്ലാം കൊണ്ടുപോയിട്ട് അതിൻ്റെ ചുവടുകളിലേക്ക് തന്നെയാണ് ഇട്ട് വെക്കുന്നത് കേട്ടോ. പക്ഷേ ചുവടിനോട് ചേർത്തിടില്ല, അതിൻ്റെ ആ ഒരു പരിസരങ്ങളിൽ തന്നെ ഇട്ട് വെക്കും. അങ്ങനെ ഇട്ട് വെക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നത്, ഇവർ ആ വളമൊക്കെ എടുത്താണ് കഴിക്കുന്നത്. പിന്നെ ചോറൊക്കെ വേസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് മിക്സിയിലേക്ക് അടിച്ച് വെള്ളം നീട്ടി അതും ഒരു നനയ്ക്കുന്ന പോലെ ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാനിത് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആവശ്യമായ നല്ല മുഴുപ്പിലും വലിപ്പത്തിലും ഒക്കെ നമുക്ക് കിട്ടുന്നു എന്നാണ്. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ നമ്മളൊരു വളം പോലെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മുട്ടത്തൊണ്ടില്ലേ, ആ മുട്ടത്തൊണ്ടെല്ലാം കൂടെ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ചായ കുടിച്ചതിൻ്റെ ബാലൻസ് വരുന്ന ചായപ്പിണ്ടിയില്ലേ, അതൊക്കെ ഒന്ന് ഉണക്കിയെടുത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സിക്കകത്തോട്ടിട്ട് അങ്ങ് അടിക്കും. അത് എന്ത് ചെയ്യുന്ന ഇതിന് പെട്ടെന്ന് വളരാനുള്ള ഒരു മെഡിസിനായിട്ട് ഞാൻ കൊടുക്കുന്നത്. അപ്പം അതും നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പം ഇത്രയും നല്ല ഗ്യാരണ്ടീഡ് വേസ്റ്റ്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പച്ചക്കറിക്കൊക്കെ ഞാൻ പ്രത്യേകിച്ച് കൊടുക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ, നമ്മുടെ മീൻ വെട്ടിയ വെള്ളത്തിലേക്ക് കഴുകുന്ന വെള്ളം, ഉപ്പിടാതെ കഴുകിയെടുക്കുന്ന വെള്ളത്തിലേക്ക് ഫസ്റ്റ് ഞാൻ 2-3 തവണ ഉപ്പിടാതെ കഴുകും. അപ്പോൾ ആ കഴുകുന്ന വെള്ളവും മീൻ വെട്ടി തലയൊക്കെ കൂടെ വരുന്നില്ലേ, അതിൻ്റെ അകത്തോട്ട് ഇത്തിരി പിണ്ണാക്കിയിട്ട് അങ്ങ് പുളിപ്പിക്കും. അതിന് ശേഷം ആ സ്ലറി ഒരു 2 കപ്പ് എടുത്ത് നീട്ടി എടുത്തതിന് ശേഷം പച്ചക്കറികൾക്ക് ആഴ്ചയ്ക്ക് 2 പ്രാവശ്യം വെച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കും. അപ്പം അതൊക്കെ ഉള്ളൂ കേട്ടോ. ഇത്രയും നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു അടിപൊളി പച്ചക്കറിത്തോട്ടം, അതും മുറ്റത്ത് തന്നെ. അപ്പോൾ എല്ലാവരും പറയും മണക്കില്ലേ അങ്ങനെ. അപ്പോൾ ആ ഒഴിക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇച്ചിരി സ്മെല്ല് സഹിച്ചാൽ നല്ല വളമുള്ള അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഷമില്ലാത്ത പച്ചക്കറിയൊക്കെ നമുക്ക് ഉപയോഗപ്രദമാകും. അതേപോലെ തന്നെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് നമ്മുടെ ശംഖുപുഷ്പവും, അതും ഞാൻ നന്നായിട്ട് അങ്ങോട്ട് വീട്ട് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് അങ്ങ് യൂസ് ചെയ്യുന്നുണ്ട്. ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട്, കുറച്ച് ആളുകൾ അമ്പലത്തിലേക്കൊക്കെ ആയിട്ട് അവയെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫാഷൻ ഫ്രൂട്ടൊക്കെ കായ്ച്ചും അതുപോലെ തന്നെ സപ്പോട്ടയും അങ്ങനെയുള്ളതെല്ലാം കായ്ച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും ഒക്കെ. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ തൊടിയിൽ തന്നെ 10 പച്ചക്കറി നട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാവുമെന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറേ ആളുകൾ എന്നോട് ചോദിച്ചു, എന്തേ പച്ചക്കറിയുടെ ഒന്നും കാണുന്നില്ലല്ലോ, അപ്പോൾ ഇല്ലേ എന്നൊക്കെയുള്ളൊരു ചോദ്യം. അപ്പം എന്താ ഉണ്ട് കേട്ടോ, ആവശ്യത്തിനെല്ലാം തന്നെ നമ്മുടെ വീട്ടിലുണ്ട്. പാവലൊക്കെ കായ്ച്ച് കിടക്കുന്നു, അത്യാവശ്യം പാവയ്ക്ക കിട്ടുന്നുണ്ട്. എന്ത് കളിച്ചാലും വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയാകുമ്പം മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. ഇത് എൻ്റെ ഒരു ഫ്രീ സമയം കലാപരിപാടികൾ മാത്രമാണ് കേട്ടോ. ഇതിനു വേണ്ടി ഞാൻ ഒരുപാട് സമയങ്ങളൊന്നും സ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു ദിവസം ഒരു 3/4 മണിക്കൂർ നമ്മൾ കളയുന്ന, നമുക്കൊരു ദിവസം 24 മണിക്കൂറുണ്ട്. അതിനെ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്താൽ ഒരു 8 മണിക്കൂർ ഇറങ്ങിയാൽ ബാക്കി കിട്ടുന്ന സമയങ്ങളുണ്ടല്ലോ. അവിടെ നമ്മൾ എന്താണ് ഈ 10 മണിക്കൂർ നമ്മുടെ ജോലി കാര്യങ്ങളിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താലും ബാക്കി കിട്ടുന്ന സമയങ്ങൾ പണ്ട്. അപ്പോൾ 10-18 മണിക്കൂർ കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന ഒരു സമയങ്ങളാണ് എന്ത് ചെയ്യുന്ന പച്ചക്കറി കൃഷിയും അത്യാവശ്യം എന്തെങ്കിലും പരീക്ഷണങ്ങളും പഠനങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ എല്ലാവരും ചെയ്ത് നോക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ ഉപയോഗപ്പെടുത്താനും, അത് നമ്മുടെ മക്കളെയൊക്കെ ഉപയോഗപ്പെടുത്തി നമുക്ക് ചെയ്യുവാണെങ്കിലോ
ഏറ്റവും സന്തോഷം അല്ലേ. അപ്പോൾ ഒരു സ്ത്രീ ആയിരിക്കുന്ന വേളയിൽ, ഒരു സ്ത്രീ ആണെങ്കിൽ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ കുറേ പേര് പറയും ഞങ്ങൾ ഡിപ്രസ്ഡ് അടിച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യും, എനിക്ക് ആകെ ടെൻഷനാണ്, ഞാൻ എന്ത് ചെയ്യും, മരിച്ചു പോകും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഡിപ്രസ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടുമുറ്റത്ത് 10 പച്ചക്കറിയൊക്കെ നടുവാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനായി. അപ്പോൾ എന്ത് ചെയ്യുന്ന അത്രയും മണി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാം. അത് സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, പുരുഷന്മാർക്കും ചെയ്യാം. ഇപ്പോഴത്തെ പിള്ളേർ കൂടുതലും ഡിപ്രസ്ഡാണ്. പിന്നെ മൊബൈൽ അഡിക്ഷനൊക്കെ ആകുമ്പം പിള്ളേരെയൊക്കെ കൂട്ടി ഇതുപോലെ പച്ചക്കറി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യാം, ഇതൊന്ന് ട്രൈ ചെയ്യാം. എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് സ്വന്തമായിട്ട് പച്ചക്കറി കാര്യങ്ങളൊക്കെ നടുവാണെങ്കിൽ തന്നെ നമുക്ക് ഏറ്റവും ഉപയോഗപ്രദമായിട്ട് തന്നെ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നത് തന്നെയാണ്. അപ്പോൾ എൻ്റെ പച്ചക്കറി എല്ലാം കണ്ടല്ലോ അല്ലേ. പാവലും പയറും വെണ്ടയും അതേപോലെ തന്നെ ചതുരപ്പയറുണ്ട്, വാളരിപ്പയറുണ്ട്, സാധാരണ പയറുണ്ട്, പിന്നെ നിത്യവഴുതനങ്ങയുണ്ട്. അങ്ങനെ പോകുന്നു. എന്ത് രസമല്ലേ, ഓരോ ദിവസവും ഓരോ തോരനൊക്കെ വെച്ച് ചാറുകളൊക്കെ വെച്ച് അങ്ങനെ ഇതാ. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇനി മല്ലിയിലയും, ഞാൻ ഇനി അടുത്ത് പിടിപ്പിക്കാൻ പോകുന്നത് മല്ലിയിലയും ചീരയും പുതിനയിലയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മിറ്റം ഫില്ലാവും. മിറ്റം ഫില്ലാവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മിറ്റം മുഴുവനും പച്ചക്കറി നടണമെന്ന് ഇപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട് കേട്ടോ. അതിന് ഞാൻ കുറച്ച് ഗ്രോ ബാഗ്സും കുറച്ച് പോട്ട്സും ഒക്കെ വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നതാണ്. അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ ചെയ്യാം. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന എല്ലാ സാധനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറി നട്ടും അതുപോലെ നമ്മുടെ ആവശ്യത്തിനുള്ള സാധന സാമഗ്രികൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് മുറ്റത്ത് തന്നെ നട്ടാൽ പോലും നമുക്ക് പുറത്ത് കൊടുത്ത് പൈസ വാങ്ങിക്കാനുള്ളതിന് മാത്രം നമുക്ക് ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് കേട്ടോ. അപ്പം ആളുകൾ എന്നോട് ക്യാഷിന് ചോദിക്കുന്നുണ്ട്, ഞാൻ പക്ഷേ ആർക്കും കൊടുക്കാറില്ല. എന്നാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ ഉപയോഗിക്കുന്ന എന്നാണ്. കൂടുതൽ നമ്മൾ നട്ട് സാധനങ്ങൾ ഒത്തിരി നമ്മൾ നടുവാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഞാനെല്ലാം 1, 2, 3 ചുവട് വെച്ചിട്ടാണ് നട്ടിട്ടുള്ളത്. അത് നമ്മുടെ ആവശ്യത്തിന് മാത്രം. അപ്പോൾ അതിനെ ഇച്ചിരി ഗ്രാൻഡായിട്ട് ഇനിയിപ്പോൾ ഒത്തിരി പേര് പറയും മിറ്റമില്ലാന്ന്. നിങ്ങൾക്ക് ടെറസും അതുപോലെ തന്നെ ഉള്ള മിറ്റമൊക്കെ ഉണ്ടല്ലോ, ഒരു വീടിന് എത്ര പോർഷൻസ് ഉണ്ട്, ആ പോർഷനൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മൾക്ക് ഇതുപോലെ പച്ചക്കറിയും പൂച്ചെടികളും ഒക്കെ നടാം. അപ്പോൾ പറയും ഫ്ലാറ്റ് ഉള്ളവർക്കും അവരുടേതായ കുറേ സ്പേസ് ഏരിയാസൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നടാൻ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നട്ട് ഗാർഡൻ ആയാലും പച്ചക്കറി ആണെങ്കിലും ഒക്കെ നമുക്ക് നട്ട് നമുക്ക് സന്തോഷത്തോടു കൂടി നമ്മുടെ വീട്ടിലേക്ക് വിഷരഹിതമായ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടുന്ന കൊച്ചു സമയത്ത് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് വരുമാനമാവും. അപ്പം വരുമാനമില്ല എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു സ്ത്രീക്കും പുരുഷനും ഈ ഒരു മാർഗം, കൃഷി ചെയ്തിട്ട് പോലും നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി കിട്ടുകയും ചെയ്യും, നമ്മുടെ ഉപജീവനത്തിനുള്ള പച്ചക്കറി കിട്ടുകയും ചെയ്യും. അപ്പം അത് വരുമാനവുമാക്കാം, വിഷരഹിതമായ ഒരു പച്ചക്കറി തോട്ടം നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.